ഹലോ, ഇന്ന് നമ്മളൊരു അവലോസ് പൊടിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിന് നമുക്ക് വറുത്തതോ വറുക്കാത്തതോ ആയിട്ടുള്ള അരിപ്പൊടിയിലേക്ക് ആവശ്യത്തിന് തേങ്ങയും കുറച്ച് ജീരകവും ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങയുടെ അളവെന്ന് പറയുന്നത് പൊടി നന്നായിട്ട് നനയാൻ പാകത്തിനുള്ള തേങ്ങയാണ് നമുക്ക് ആവശ്യം. നന്നായിട്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് ശേഷമാണ് നമ്മൾ ഇത് വേവിക്കാൻ തുടങ്ങുന്നത്. നല്ല അടികട്ടിയുള്ള പാത്രത്തിലെടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. ചൂടാവുന്നതിനനുസരിച്ച് ഇതിൻ്റെ നിറം പതിയെ മാറി വരാൻ തുടങ്ങും. ഇപ്പോൾ നമ്മുടെ അവലോസ് പൊടിക്ക് ഒരു ചെറിയ ബ്രൗൺ കളർ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ അവലോസ് പൊടി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പഞ്ചസാര കൂട്ടിയോ പഴം കൂട്ടിയോ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. നല്ല ഈസി റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.